ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഊണ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ സാധാരണ സിമ്പിളായിട്ടുള്ള വെജിറ്റേറിയൻ ഊണ്, നമ്മുടെ ക്യാബേജ് മെഴുക്ക് വരട്ടി, ഇത് കേൽ എന്ന് പറയുന്ന ചീരയുടെ ഒരു മെഴുക്ക് വരട്ടി. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൈനാപ്പിൾ കൊണ്ട് എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുകയെന്ന്. അത് ലേശം കിച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, പപ്പടം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം നിങ്ങൾ ചോദിച്ചിട്ടുള്ള പൈനാപ്പിൾ കൊണ്ടിട്ടുള്ള മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. പൈനാപ്പിൾ ഞാൻ വലുതെടുത്തിട്ടുണ്ട്, അതിനെ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടച്ചിട്ട് അതിനെ ഒന്ന് വേവിക്കാൻ വയ്ക്കുക. പൈനാപ്പിളിൻ്റെ മധുരം കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് അധികം പോരാ. അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്തു എന്ന് കാണുന്ന സമയത്ത് ഞാനൊരു 3-4 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിളിന് നല്ല മധുരം വേണം കേട്ടോ, എന്നാലേ ഇത് നന്നായിരിക്കുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് വറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിതിലേക്ക് നന്നായിട്ട് അടിച്ചിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ വീഡിയോസ് ഒന്നും എലോബറേറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് പോണത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തു, ഒന്ന് നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് വറുത്തിടണം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, കരിവേപ്പില, വറ്റൽമുളക്, ഉലുവ, ജീരകം, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഈ അവിടെ ആക്കി വെച്ചിരിക്കുന്നതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. നമ്മുടെ പൈനാപ്പിൾ മോരുകറി റെഡിയായിരിക്കുകയാണ്. ഇതാണ് പൈനാപ്പിൾ മോരുകറി എന്ന് പറയുന്നത്. ഓക്കെ, അതായില്ലേ. ഇനി നമുക്ക് കേല് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. കേലിൻ്റെ ഉപ്പേരി എന്ന് പറയുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഇതാണ് കേൽ എന്ന് പറയുന്ന ചീര. ഇത് ആക്ച്വലി ഇതൊരു സ്പിനാച്ചിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. കുറച്ച് ലീഫ് ഭയങ്കര റഫായിട്ടുള്ള ലീഫാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പൊതുവേ സാലഡിലാണ് ഇവിടെ എല്ലാവരും കഴിക്കാറുള്ളത്. ഞാൻ പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ രീതിയിൽ അതിനെ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കേലിൻ്റെ ഇത് നന്നായിട്ട് അതിൻ്റെ തണ്ടിന് ഭയങ്കര അതായത് നമുക്ക് വേവില്ല. അതുകൊണ്ട് അതിൻ്റെ ഇല സൈഡിൽ നിന്ന് എടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ പുറമേയൊക്കെ രാജ്യത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേല് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കേല് കൊണ്ട് ഇതുപോലെ ഉപ്പേരി ഒന്ന് വെച്ച് നോക്കും. അപ്പോൾ അതിൻ്റെ ലീഫ് മാത്രം എടുക്കുക. അതായത് ടെൻഡറായിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നമുക്ക് തണ്ട് യൂസ് ചെയ്യാം. അതല്ലാത്ത പക്ഷം രണ്ട് സൈഡിൽ നിന്നും വലിച്ചാൽ നമ്മുടെ അതിൻ്റെ ലീഫ് മാത്രം വരും. ആദ്യം ഞാൻ ഇതിനെ വിചാരിച്ചു നമുക്കൊന്ന് എന്താണ് പറയുക, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അതിനെ എടുത്തിട്ട് ചോപ്പറിലിട്ടു. ചോപ്പറിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ നന്നായിട്ട് ഒന്ന് ഇതാക്കി എടുക്കാൻ പറ്റും, ഒതുക്കി കിട്ടാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, അത് വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം ഒരു ഒതുങ്ങി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയൊന്നും അതിൻ്റെ കൂടെ നിൽക്കില്ല. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള രീതിയിൽ ഞാൻ നന്നായിട്ട് അതിനെ ആക്കിയെടുത്തിട്ടുണ്ട്. ചോപ്പറിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും കേല് മുറിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് കേലിൻ്റെ ഉപ്പേരിക്ക് വേണ്ടതൊന്നുമില്ല. ചീഞ്ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ, കടലപ്പരിപ്പ്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലേശം ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പിടുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി നമുക്ക് ഇടണം. അതുകൊണ്ട് തന്നെ ഞാൻ ഗാർലിക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നു. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കേല് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് വെള്ളം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അടച്ചങ്ങോട്ട് വയ്ക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും കേലിൻ്റെ ഉപ്പേരി ഉണ്ടാവുക. ഒരു 10 മിനിറ്റ് എന്തായാലും വേണം. മറ്റേ ചീര പോലെ പെട്ടെന്നൊന്നും വേവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ, ഓക്കെ, കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിങ്ങൾ ഒന്ന് ഇളക്കുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് പറയുക, ഫ്രോസൺ കോക്കനട്ട് എന്തിനാണ് യൂസ് ചെയ്യണം. ഹലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കോക്കനട്ടിനെ അവർ ഇതുപോലെയാണ് വെക്കുന്നത്. അതാണ് നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് കേലിൻ്റെ ഉപ്പേരി റെഡിയായി. പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ സാധാരണ ക്യാബേജ് മെഴുക്ക് വരട്ടിയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാം എന്താണ് ക്യാബേജ് മെഴുക്ക് വരട്ടി എന്നുള്ളത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. വെറുതെ വെളിച്ചെണ്ണയിൽ കടലപ്പരിപ്പ്, പച്ചമുളക്, കരിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി പോലും ഞാൻ ഇട്ടിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ട് അതും റെഡിയാക്കി. ഇനി നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചോറ്, പപ്പടം, നമ്മുടെ സേമിയ പായസം, ക്യാബേജ് മെഴുക്ക് വരട്ടി, കേല് മെഴുക്ക് വരട്ടി, അതേമാതിരി തന്നെ നമ്മുടെ
എന്താണ് പറയുക, പൈനാപ്പിൾ മോരുകറി എല്ലാം റെഡി ആയിട്ടുണ്ട്, പപ്പടവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചോറ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള റെഡിയായിട്ട് വിഭവം വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചോറ് വളരെ കമ്മിയാണ്, എന്താ വെച്ചാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ചോറ് ഒരേ ഒരു കയ്യിൽ ചോറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ കേലിൻ്റെ ഉപ്പേരി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ക്യാബേജിൻ്റെ മെഴുക്ക് വരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ഇടാണ്ട് വെളുത്തുള്ളിയോ അതോ ഉള്ളിയോ ഒന്നും ഇടാത്ത ക്യാബേജിൻ്റെ മെഴുക്ക് വരട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ക്യാബേജിൻ്റെ മെഴുക്ക് വരട്ടി കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കേലിൻ്റെ ഉപ്പേരി ഒരു ഭാഗത്ത് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇനി സൈഡിലെടുക്കുന്നത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാബേജ് മെഴുക്ക് വരട്ടിയാണ്. ഇന്ന് ഞാൻ എല്ലാം കുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ചട്ടിയിലാണ്, മൺപാത്രത്തിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ചീഞ്ചട്ടി ആണെങ്കിലും ശരി, കൂട്ടാനുണ്ടാക്കുന്നതാണെങ്കിലും ശരി, എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ എണ്ണം കൂടുതൽ, നല്ലോണം ക്വാണ്ടിറ്റി കൂടുതൽ, ആൻഡ് ചോറിൻ്റെ അളവ് കമ്മി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ പൈനാപ്പിൾ മോരുകറിയും ഞാൻ എടുത്തിട്ടുണ്ട്. വരൂ നമുക്ക് ഊണ് കഴിക്കാട്ടുള്ളൂ. അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം. ചോറ് വളരെ കമ്മി, സൈഡ് ഡിഷസ് കൂടുതലും. കേലുപ്പേരി, ഒരു വ്യത്യാസവും അറിയില്ല മറ്റേ ചീരയെക്കാട്ടിലും. മുറിക്കാൻ മാത്രമേ കുറച്ച് പാടുള്ളൂ. ആദ്യമൊക്കെ എന്താ പറയാ, ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഇങ്ങനെ നമ്മൾ പെരട്ടി കഴിക്കില്ലേ, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലൈക്ക് ഉപ്പേരികളുടെ കൂടെ കൂടുതൽ വെജിറ്റബിൾ എവിടെയെങ്കിലുമൊക്കെ ചോറുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഊണ് വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം ഞാൻ കഴിക്കട്ടെ. നമുക്ക് നാളെ കാണാം. Till then, take care and bye-bye. Vinny's Kitchen.